ടൂറിസത്തിന് ആക്ച്വലി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട്. അതിന്റെ ശേഷമാണ് പറ്റെ അങ്ങോട്ട് ടൂറിസം അങ്ങോട്ട് ഡൗൺ ആയി പോയത്. അതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീഡിയാസ് തന്നെയാണ്. ഈ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ചെറിയ ഹോം സ്റ്റേ ഉണ്ട്, നല്ല വലിയ റിസോർട്ടുകളുണ്ട്, മീഡിയം ടൈപ്പ് പ്രോപ്പർട്ടികളും നല്ലോണം ഉണ്ട്. ഫോറസ്റ്റിനോട് അടുത്തിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. അത് വയനാട്ടിൽ മാത്രമല്ല. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലില്ലേ ഈഗോ ക്ലാഷ് ഇതിന്റെ വേറൊരു വശം കൂടിയാണ്. ഇനി കാണാൻ പോകുന്ന ഇതുവരെ കർഷക ആത്മഹത്യകളായിരുന്നു കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇനി ടൂറിസം എന്റർപ്രണേഴ്സ് ആയിരിക്കും ഇനിയത്തെ കയറെടുക്കാൻ നിൽക്കുന്ന ആളുകൾ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ പിന്നെ ആസ് യു നോ വർഷാവർഷങ്ങളായിട്ട് വയനാട്ടിൽ ഇന്ന് 10-16 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ വരും. പിന്നെ സ്ഥലങ്ങളൊക്കെ കുറിച്ച് കാണും. കൽപ്പറ്റ ടൗണിൽ കൂടി മിക്കവാറും പോകും. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണുമായിരുന്നു. ഓക്കെ, കുറച്ച് ഫോറിനേഴ്സ്, അധികവും ഈ കർണാടികാസ്, തമിഴിയൻസ്, കുറേ നോർത്ത് ഇന്ത്യൻസ്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് സ്പെസിഫിക്കലി ഈ 2 മാസമായിട്ടൊക്കെ, അതിന് മുന്നേ കുറവായിരുന്നു, തീരെ ആൾക്കാരെ കാണാനില്ല. നിങ്ങൾ ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ഒത്തൻറ്റിക്കായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരാളെ എനിക്ക് പരിചയമില്ല, ആൾക്കാരുണ്ടായിരിക്കായിരുന്നു. എന്താ നിങ്ങൾ ഇതെന്താ മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺസ് ഉണ്ടോ? കുറേ കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ എല്ലാ മേഖലയും തളർന്നു കിടക്കുകയെന്നാണ്. അത് എല്ലാ കാലത്തും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മോശമാണെന്നില്ലല്ലോ. പക്ഷേ വയനാടൻ ടൂറിസത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുണ്ടക്കൈ ദുരന്തം ഓർമ്മ ഉണ്ടല്ലോ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. കഴിഞ്ഞ ജൂലൈ. അതിന്റെ ശേഷമാണ് പറ്റെ അങ്ങോട്ട് ടൂറിസം അങ്ങോട്ട് ഡൗൺ ആയി പോയത്. അതിന്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മീഡിയാസ് തന്നെയാണ്. ആ മുണ്ടക്കൈയിലുണ്ടായ ആ വലിയ ഉരുൾപൊട്ടലും കുറെ ആളുകളും വീടുകളും ഒക്കെ പോയത് തന്നെയാണ്, വലിയ ദുരന്തം തന്നെയാണ്. പക്ഷെ അതിനെ മൊത്തത്തിൽ വയനാടൻ ദുരന്തം എന്നാക്കിയിട്ട് ചിത്രീകരിച്ചത് കാരണം മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ അതിന്റെ ശേഷം എനിക്ക് ഒത്തിരി കോളുകളും ഇതൊക്കെ വന്നിരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ, അവിടേക്ക് പാലം ഉണ്ടോ, അവിടെ മൊത്തം ഒറ്റപ്പെട്ട് കിടക്കല്ലേ, ഈ ഒരു രീതിയിലായിപ്പോയി. അങ്ങനെ അതൊരു ഘടകം. പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ കുറേ ആയി ഒന്നൊന്ന് ബൂമായിട്ട് അങ്ങനെ വരുമായിരുന്നു. ആ വരുന്ന സമയത്താണ് ഇപ്പം ഈ ചൂടൊക്കെ കൂടിയ സമയത്ത് വൈൽഡ് ലൈഫ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നത്. അത് വീണ്ടും പറഞ്ഞ പോലെ തന്നെ ചാനലുകളിലൊക്കെ വരുന്നതും, അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ കുറേ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. ഇൻസ്റ്റാഗ്രാം നല്ല റീച്ചില്ല, നല്ല ഫോളോവേഴ്സുള്ള പേജുകളുണ്ട്. അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയും കാണുന്ന ഓരോന്നിനും ഇവരെടുത്തിട്ട് ഇതിന് പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കൂടുതൽ ഓഡിയൻസ് ഉള്ളത് എന്ന് പറയുന്നത് കർണാടകയും ഈ വയനാട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇവരത് കാണുമ്പോൾ പിന്നെ അത് എന്തായാലും സ്വാഭാവികമായിട്ടും വരില്ലല്ലോ. അതായത് ആദ്യമൊക്കെ നമ്മളെ അടുത്ത് ആളുകൾ ചോദിക്കും, അല്ല വയനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനന്റെ സൈറ്റിങ് കിട്ടുമോ, കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരുമോ എന്നൊക്കെയാണ്. ഇപ്പം അത് നേരെ തിരിഞ്ഞിട്ട് അല്ല വന്ന ആന ഉണ്ടാവുമോ, ഒരു പേടിയോട് കൂടിയായിട്ട് ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ വരുന്നില്ല എന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീൻ്റെ ഒക്കെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ആണല്ലോ ആളുകൾ ചോദിക്കുക. അപ്പോൾ ലൊക്കേഷൻ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സൂം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് സൂം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വയനാടിനെ കാണിക്കുക എന്തായാലും പച്ചയായിട്ട്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്ന അവിടെ എന്തായാലും പച്ചപ്പുണ്ടാവും. ആ പച്ച കാണുന്നിടത്തൊക്കെ ഇതെല്ലാം ഫോറസ്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അതായിരിക്കാം ആളുകളൊക്കെ ഇപ്പം ഡെസ്റ്റിനേഷൻസ് മാറ്റി ട്രാവൽ ആരും നിർത്തുന്നില്ല. ഇപ്പോൾ എല്ലാവരും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അവരത് പോവും. പക്ഷെ പിന്നെ ഈ പറഞ്ഞ ഇങ്ങനല്ലേ ചെറിയ ചെറിയ ന്യൂസുകളും വലിയ ന്യൂസുകളൊക്കെ മൂന്നാർ ലോബികളൊക്കെ ബൂസ്റ്റ് ചെയ്യുക. അതായത് പെയ്ഡ് പ്രൊമോഷൻസ് ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് പെയ്ഡ് പ്രൊമോഷനായിട്ട് പോകുന്നുമുണ്ട്. അതറിയില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടിനെ സംബന്ധിച്ച് വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ചെറിയ ഹോം സ്റ്റേ ഉണ്ട്, നല്ല വലിയ റിസോർട്ടുകളുണ്ട്, മീഡിയം ടൈപ്പ് പ്രോപ്പർട്ടികളും നല്ലോണം ഉണ്ട്. അതേസമയം മൂന്നാർ ആ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർട്ടിയുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറഞ്ഞ ചെറിയ പ്രോപ്പർട്ടികൾ കുറച്ചുണ്ട്, പിന്നെ ഉള്ളത് വലിയ ബിഗ് ഷോട്ടുകളാണ്. അപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച 1 മാസമൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടാവും തണുത്തുറഞ്ഞു മൂന്നാർ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ദിവസം ഇത്ര ഡിഗ്രി ആയിട്ട് മൂന്നാർ.
അതേ സമയത്ത് ഇവിടെയും അതേ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിരിക്കും. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ഷോട്ടുകളായിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളും ആളുകൾ ഈ മീഡിയാസിനെ നല്ല ട്രീറ്റ് ചെയ്യും. ഇവിടെ ഇപ്പം എല്ലാവരും കൂടി പോയിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് അവരെ അത് കൊടുത്തിട്ട് നല്ലോണം എഴുതിക്കണം എന്ന് നടക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് അവിടെ എന്താക്കും, അവരവരുടെ ബിസിനസ്സാണ് നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബിസിനസ് വളരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ലോണം ദോഷമായിട്ട് വരുന്നുണ്ട്. സോ ഐ ക്യാൻ വെരി വെൽ റിലേറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മുണ്ടക്കയിലാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ വയനാട്ടിലേക്ക് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഐ ഗോട്ട് കൗണ്ട്ലെസ് കോൾസ്. കൊളീഗ്സും റിലേറ്റീവ്സും ഒക്കെ വിളിക്കാണ്ടിരുന്ന ആൾക്കാർ പോലും വിളിച്ചിട്ടുണ്ട്, ചെക്കിങ് ഓൺ മീ, സേഫ് ആണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യു റൈറ്റ്ലി സെഡ്, വയനാട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റേ പോയി എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പുറത്തേക്ക് വന്നിരുന്നത്. അങ്ങനെയല്ല, ഇതൊരു അത്യാവശ്യം സാമാന്യ വലിപ്പമുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. അതെ, അതിനകത്ത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് സ്ഥലത്ത് മാത്രമേ ഈ ഒരു ദുരന്തം നടന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ പോയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ കൽപ്പറ്റയിൽ നിന്നൊക്കെ ഒരു 30-35 കിലോമീറ്റർ മാറിയിട്ടാണ് മുണ്ടക്കൈ. മേപ്പാടിയിൽ നിന്നും 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ. അവിടെ തന്നെ 2 വാർഡിലാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് വലിയൊരു ലാൻഡ് സ്ലൈഡ് തന്നെ ആയിരുന്നു. അതിന് നമ്മൾ കുറച്ച് കാണുകയല്ല. പക്ഷെ ഇതിന് പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് മീഡിയാസ് അവരുടെ റീച്ചിനും ഇതിനും വേണ്ടിയിട്ട് വയനാട് ദുരന്തം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ അവർ പറഞ്ഞത് എന്നുള്ളത് അറിയുന്നില്ല. വീണ്ടും അവർ തിരുത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കിനൊക്കെ കൈവിട്ടു പോയി. അതാണ് സംഭവം. പിന്നെ ഇവര് ചാനലുകാർ, റിപ്പോർട്ടർ ചാനൽ, ഇവരൊക്കെ വലിയ ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു പ്രഹസനം മാത്രമാണെന്ന്. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രഹസനം മാത്രമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോയി. പിന്നെ അതിന്റെ ഫർദർ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വൈൽഡ് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല വയനാട്ടിൽ. പക്ഷേ ന്യൂസിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്ന് when you deep dive into it, what you can say is ഫോറസ്റ്റിനോട് അടുത്തിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. അത് വയനാട്ടിൽ മാത്രമല്ല, പാലക്കാടുണ്ട്, നിലമ്പൂരുണ്ട്, കണ്ണൂരുണ്ട്, മൂന്നാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏത് ജില്ല എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ജില്ലകളിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പണ്ട് തൊട്ടേ. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സംഭവങ്ങള് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ ഇത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കും, റീച്ചിന് വേണ്ടിയായിരിക്കും, എന്തായിരിക്കാം അറിയുന്നില്ല. ഇതൊക്കെ കൂടി മൊത്തം നമ്മളെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിനെയാണ് ഇതിനൊക്കെ കൂടി ബാധിച്ചിരിക്കുന്നത്. When more people come to this particular district for tourism, more and more money is actually coming in, right? ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഹോം സ്റ്റേസും, ചെറിയ ഹോം സ്റ്റേസ് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. കൊച്ചു ഹോം സ്റ്റേസ്, ചെറിയ റിസോർട്ടുകൾ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ റിസോർട്ട് ഓണേഴ്സിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അവരെ ഡിപ്പെൻഡ് സ്റ്റാഫുകൾ, അതൊക്കെ ഓരോ സ്റ്റാഫും ഓരോ കുടുംബമാണല്ലോ. തീർച്ചയായിട്ടും. വലിയ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടല്ല, വലിയ റിസോർട്ടിലൊക്കെ ചിലപ്പോൾ 50-100 സ്റ്റാഫ് ഉണ്ടാവും. 100 കുടുംബങ്ങളാണ് ആ റിസോർട്ടിനെ ആശ്രയിച്ച് ജീവിച്ചു പോകുന്നത്. അപ്പൊ ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരിക്കും അന്നം മുട്ടുക ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലില്ലേ ഈഗോ ക്ലാഷ്, ഇതിന്റെ വേറൊരു വശം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ചിലതൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണ്, ചിലതെല്ലാം വേറെ പല ഡിപ്പാർട്ട്മെന്റിന്റെ ഇറിഗേഷന്റെ അണ്ടറിലുണ്ട്, പിന്നെ ഒക്കെ DTPCന്റെ ഉണ്ട്. അപ്പം ആരാണ് വലിയൊന്നില്ല, ആ ഒരു ഈഗോ ക്ലാഷ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിൽ അവർക്ക് എന്തായാലും ജോലിയും ഉണ്ട്, സേഫാണ്, അവർക്ക് സാലറി ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ എന്തിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കണം, എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണല്ലോ എന്നുള്ള ധാരണയായിരിക്കാം.